അജയന്റെ രണ്ടാം മോഷണം സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തിറക്കിയതിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംവിധായകൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തും. റിയ ബേബി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. റിയ, ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന കൃത്യമായ ഒരു ആരോപണം സംവിധായകൻ നമ്മളോട് സംസാരിച്ചപ്പോൾ അടക്കം ഉന്നയിച്ചിരുന്നു. കാരണം അല്ലാതെ ഒരു തിയേറ്ററിൽ നിന്നുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു സഹായമില്ലാതെ ഇത്രയും നേരമൊക്കെ എങ്ങനെ സ്റ്റഡിയായി ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ജിതിൻ. ഏത് രീതിയിലുള്ള അന്വേഷണം? സൈബർ പോലീസാണ് ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അജയന്റെ രണ്ടാം മോഷണം സിനിമയുടെ സംവിധായകൻ മാതൃഭൂമി ന്യൂസുമായൊക്കെ ഇക്കാര്യങ്ങളിൽ ഉള്ള ആശങ്കയടക്കം പങ്കുവച്ചിരുന്നു. ഇതിന്റെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കം തങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങൾ സഹിതമാണ് സൈബർ പോലീസിൽ പരാതി നൽകിയത്. അതായത് ഈ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ചിലത് അവർക്ക് കിട്ടിയിരുന്നു. ആ ദൃശ്യങ്ങളടക്കം സൈബർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങളാണ് അണിയറ പ്രവർത്തകരിൽ നിന്ന് സൈബർ പോലീസ് ആദ്യം തേടുക. അത് സംവിധായകനിൽ നിന്നോ അല്ലെങ്കിൽ നിർമ്മാതാവിൽ നിന്നോ പോലീസ് ശേഖരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാകും ചെയ്യുക. നേരത്തെ ഈ പ്രചരിച്ച ദൃശ്യങ്ങളിൽ ചിലത് അവർ പങ്കുവെച്ച ആശങ്ക, അതിലെ സബ് ടൈറ്റിലുകളടക്കം നിരീക്ഷിച്ചാൽ അത് പുറത്തുനിന്നുള്ള സബ് ടൈറ്റിലുകളുണ്ട്, ഇംഗ്ലീഷ് സബ് ടൈറ്റിലുകളുണ്ട്, അറബ് ഭാഷയിലുള്ളതുണ്ട്. അപ്പോൾ അത്തരം തിയേറ്ററുകളിൽ നിന്ന് അത് പകർത്തിയതാകാമെന്നൊരു സംശയം കൂടി ഈ അണിയറ പ്രവർത്തകർ നേരത്തെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. മുമ്പ് സമാനമായി തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ വ്യാജ പതിപ്പിറങ്ങിയപ്പോൾ സൈബർ പോലീസ് അതിവിദഗ്ധമായി പ്രതികളെ, തമിഴ്നാട് സ്വദേശികളെ അറസ്റ്റ് ചെയ്തതാണ്. അന്ന് ആ തിയേറ്റർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. തിയേറ്ററിലെ സീറ്റ് ബുക്ക് ചെയ്ത പാറ്റേണുകൾ നിരീക്ഷിച്ചു, ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അങ്ങനെ തിയേറ്റർ ഉടമകളുടെ സഹായത്തോടെയാണ് കൃത്യമായി ഒരു സീറ്റ് തന്നെ ബുക്ക് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അന്ന് നമ്മൾ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ, അതായത് ഒരു ട്രൈപോഡ് പോലും ഉപയോഗിക്കാതെ ക്യാമറ സീറ്റിൽ വെച്ചുകൊണ്ട് അത് ഷൂട്ട് ചെയ്യുന്ന, ചിത്രീകരിക്കുന്ന വിദഗ്ധമായ രീതിയൊക്കെയായിരുന്നു അന്ന് ആ പ്രതികൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അതേ സമാനമായ രീതി ഒരു പക്ഷേ ഇവിടെയും സ്വീകരിച്ചിട്ടുണ്ടാകും. എന്തായാലും ഈ സംഭവത്തിൽ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയ സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിർമ്മാതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി റിയ.